കുമളി സ്വകാര്യ വ്യക്തിയുടെ ചതുപ്പ് നിലത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ നടപടിയില്ല. പകർച്ചവ്യാധി ഭീഷണിയിൽ നിരവധി കുടുംബങ്ങൾ. അട്ടപ്പള്ളം പൂവത്തുംകുഴി ഭാഗത്തെ സ്വകാര്യ വ്യക്തിയുടെ ചതുപ്പ് നിലത്തിലാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത്. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് മലിനജലത്തിൽ നിന്നുള്ള ദുർഗന്ധം കാരണം ആളുകൾക്ക് വഴി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. അങ്കണവാടി കുട്ടികൾ ഉൾപ്പെടെ ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത്. കാലാകാലങ്ങളായി ഈ സ്ഥലത്ത് മലിനജലം കെട്ടിനിന്ന കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വലിയ കൊതുക് ശല്യം പ്രദേശത്തുണ്ട്. പ്രദേശവാസികളുടെ പരാതി നിരവധി തവണ പഞ്ചായത്ത് അംഗത്തിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിനും പഞ്ചായത്തിലും നൽകിയിട്ടും നാളിതുവരെയായി യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വെള്ളക്കെട്ടും മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം അളിഞ്ഞു പൊളിഞ്ഞു കിടക്കുമ്പോഴത്തേക്കും കൊതുകിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് കുഞ്ഞു പിള്ളേരും ഒക്കെ ഉള്ള ഇതല്ലേ. ഡെങ്കിപ്പനി വരുമ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് ശകലം ഈ ജയമോളൊക്കെ ശകലം ബ്ലീച്ചിങ് പൗഡർ കൊണ്ടെത്തുള്ളൂ. ഇതിങ്ങനെ കുളം പോലെ കിടക്കുകയും ചെയ്യും. ഹെൽത്തിലെ ഒരു സാറിനോടൊന്ന് പറഞ്ഞതായിരുന്നു. സാറിന് അവർക്ക് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യാനുള്ള ഫണ്ടൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. സ്ഥലമുടമയോട് പലതവണ അറിയിച്ചിട്ടും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ തയ്യാറാകുന്നില്ല. അടിയന്തരമായി ആരോഗ്യവകുപ്പ് ഇടപെടൽ നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുമ്പ് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. സമീപത്തെ അംഗൻവാടിയിലും നിരവധി കുട്ടികളാണ് പഠിക്കുന്നത്. കൊതുക് ശല്യം മൂലം കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി പരാതിയുണ്ട്. സിറ്റി വിഷൻ, കുമളി.